ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS കുറിച്ചാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോകുകയെന്ന് വെച്ചാൽ കാനഡ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് IELTS എന്ന് പറഞ്ഞ എക്സാം എഴുതുകയാണ് ഫോർ പ്രൂവിങ് യുവർ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് IELTSൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാനിപ്പോൾ IELTS എഴുതി കഴിഞ്ഞു. അപ്പോൾ IELTS, സോ ഗൈസ്, ഈ IELTS എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് സാധാരണ കണ്ടിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യുക, കോച്ചിങ് ഒക്കെ പോയി 3-4 മാസമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് അവസാനം ടെൻഷനൊക്കെ ആയിട്ട് സ്കോർ കുറയാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കില്ല, വെറുതെ പോയി ഇങ്ങനെ എഴുതിയിട്ട് വരിക. അതെന്തോ 5ാം ക്ലാസ് ഇംഗ്ലീഷ് എക്സാമാണ് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പോയി എഴുതിയിട്ട് വരിക, മാർക്ക് ലോ ആകുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഇതൊരു ഇംഗ്ലീഷ് എക്സാമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആപ്റ്റ് പ്രിപ്പറേഷൻ, കറക്റ്റായിട്ടൊരു പ്രിപ്പറേഷൻ, ഒരുപാട് ഈ സൈഡും പോവാതെ ഒരുപാട് ആ സൈഡും പോവാതെ ഒരു മിഡിലായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ IELTS പ്രിപ്പറേഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ ഷോർട്ടായിട്ട് മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ എന്താ ചെയ്തത്. ഇപ്പോൾ ഞാൻ കോച്ചിങ് പോയിട്ടില്ല, IELTS ഞാൻ കോച്ചിങ് ഒന്നും പോയില്ല. എൻ്റെ സ്കോർ വന്നിട്ട് 7 ആണ്, വിച്ച് ഈസ് നോട്ട് ബാഡ് എന്ന് ഞാൻ പറയാം. വലിയൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ആൻഡ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ സ്കോർ 8 ആണ് IELTS. അപ്പോൾ അവൻ എന്തൊക്കെ ചെയ്തു, ടിപ്സ് അവൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ട് ആണ് അവൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. സോ ജെയ്സ് എന്നാണ് പേര്. സോ അവനിപ്പോൾ വരും. സോ അവൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെ ഇതിന് ആപ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം, അതായത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ എങ്ങനെ ക്ലീനായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. സോ ഏതാണ് ഒരു നല്ല IELTS സ്കോർ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 7 എന്ന് പറയും. 7 നിങ്ങൾ ഇതാണ് എയിം ചെയ്യേണ്ടത്. ആക്ച്വലി നിങ്ങൾ 8ന് എയിം ചെയ്യണം. 7 ഒരു നല്ല സ്കോറാണ്. ഇനി പറയാന്ന് വെച്ചാൽ ഒരു 95% എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് 7 IELTS ഉണ്ടെങ്കിൽ ധാരാളമാണ്. ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ, ഏത് പണി ആയിക്കോട്ടെ, 7 നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, 8 ടാർഗറ്റ് ചെയ്യുക. 7 കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ മിഡിൽ കിട്ടാറുണ്ട് 7.5, അതൊക്കെ നല്ല സ്കോറാണ് ആക്ച്വലി. സോ 7 ആയിരിക്കണം നിങ്ങളുടെ മിനിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, ഞാനിപ്പോൾ കണ്ടല്ലോ ജർമ്മനിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 5.5 മതി, 6 മതി എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അതെന്തോ ആയിക്കോട്ടെ, 5.5 മതിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കോഴ്സിനോ അല്ലെങ്കിൽ 2-3 കോഴ്സിനോ. ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസസ് നിങ്ങൾ 7 ട്രൈ ചെയ്യണം. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു 12,500 രൂപ കൊടുത്ത് എഴുതുന്ന ഒരു എക്സാമാണ്. സോ നമ്മൾ ബെയർ മിനിമം വാങ്ങിക്കാതെ ഒരു 7 അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, 7 ഇസ് എ ഗുഡ് നമ്പർ. ഗൈസ്, ജെയ്സ് ടോം വന്നിരിക്കുകയാണ്. വണ്ടി ഉള്ളിൽ എത്തിയോ? യെസ്, ഉള്ളിൽ എത്തിക്കോ വണ്ടി. സോ ഗൈസ്, ജെയ്സ് ഫൈനലി വന്നിരിക്കുകയാണ് ഇവിടെ. സോ നമുക്ക് ജെയ്സിൻ്റെ അടുത്ത് ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജെയ്സ്, താങ്ക് യു ഫോർ ദ ടൈം എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്താണ് IELTS സ്കോർ ആദ്യം? അത് ഞാൻ പറയണം. എൻ്റെ IELTS സ്കോർ എന്ന് പറയുന്നത് 8.0 ആണ്. 8.0 ആണ് വന്നിരിക്കുന്നത് എനിക്ക്. ബാൻഡ് 8ൻ്റെ അകത്ത് 4 ടെസ്റ്റുകൾക്ക് റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് 9.0 തന്നെയാണ് ഫുള്ള്. ഫുള്ള്. പിന്നെ സ്പീക്കിങ്ങിന് 7.5, റൈറ്റിങ്ങിന് 8. ഇങ്ങനെയാണ് എൻ്റെ സ്കോറുകൾ. ശരി, അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിക്കാനുള്ള കാര്യം കോച്ചിങ്ങിനെ കുറിച്ചാണ്. ജെയ്സ് കോച്ചിങ്ങിന് പോയിട്ടോ? കോച്ചിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ആർക്കൊക്കെ കോച്ചിങ് വേണം, ആർക്കൊക്കെ കോച്ചിങ് വേണ്ട? കോച്ചിങ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല് പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോയത് 2 ആഴ്ചത്തേക്കാണ്. അത് പോയത് എനിക്കുള്ള ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സാം എന്നതിനെ പറ്റി ഒന്നൊരു ഫെമിലിയർ ആകാനായിട്ടാണ് ഞാൻ കോച്ചിങ്ങിന് പോയത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാക്ടീസും കൂടെ കിട്ടും. എല്ലാ ദിവസവും ഏകദേശം ഒരു 2 hours 3 hours എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഒരുവിധം ഇംഗ്ലീഷ് അറിയാവുന്നവർക്കാണെങ്കിൽ പരീക്ഷ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് പാസ്സായി പോകാന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് അവിടെ ചെന്നിട്ട് മനസ്സിലായ കാര്യങ്ങളിലൊന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഷർ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നതാണല്ലോ എപ്പോഴും. അപ്പോൾ അവരുടെ, അതായത് IELTS നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റുഡൻസിന് ഒരു പ്രഷറും ഉണ്ടാവില്ല.
നമ്മളായിട്ട് തന്നെ ആലോചിച്ചുണ്ടാക്കുന്ന ഫ്രഷേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു കടമ്പ കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് വരും. ഇപ്പൊ പരീക്ഷ മെയിനായിട്ട് ഇപ്പോൾ ഒരു വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ പോലെയാണ് സ്പീക്കിംഗ് നടത്തുക എന്നൊക്കെ. അതൊക്കെ ഫോൾസ് ആണ്. അങ്ങനെയൊന്നും അല്ല ശരിക്കും നടത്തുന്നത്. ശരിക്കും അവരവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട്, എത്രത്തോളം എന്താ പറയുക കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് മാത്രമേ അവർക്ക് അറിയേണ്ടതുള്ളൂ. അല്ലാതെ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനത്തെ എന്താ പറയുക കോൺഫിഡൻസ് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടോ, വളവളാൻ സംസാരിക്കുന്നുണ്ടോ, അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ സംസാരിക്കുന്ന ടോപ്പിക് അത് എത്രത്തോളം നോളേജബിൾ ആണ്, അതൊക്കെയാണല്ലോ സാധാരണ ഇന്റർവ്യൂവിന് അവർ നോക്കുക. അതൊന്നും അല്ല അവർ നോക്കുക. ടോപ്പിക് തന്നെ അതിനെപ്പറ്റി സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റും. അതെ, ഞാൻ ആക്ച്വലി വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാൻ ഇതാണ് പറഞ്ഞത്. ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഓരോ ആൾക്കാർ ഒരുപാട് ചെയ്ത് ഓവറായി എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് കൊളവാക്കണവരുണ്ട്, ലൈറ്റായിട്ട് ചെയ്തിട്ട് കൊളവാക്കണവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മളൊരു മിഡിലായിരിക്കണം. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ആദ്യം ഒരു ബോധം ഉണ്ടാവണം, നമുക്ക് എത്രയൊക്കെ നമ്മുടെ ബേസ് ലെവൽ എന്താണ്. അതിന് ഏറ്റവും ബെസ്റ്റ് പരിപാടി നിങ്ങൾ തന്നെ മോക്കായിട്ട് ഒരു IELTS ടെസ്റ്റ് നടത്തണം. അതിന് വലിയ ഇതൊന്നുമില്ല. ഒരു ഫോണും എന്താ പറയുക 3 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരുന്നു ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഹെഡ്ഫോണ്, സ്പീക്കിംഗ് ടെസ്റ്റ് മാത്രം അത് നമ്മൾ ഓഡിയോ കേട്ടിട്ട് തന്നെ വരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നടത്താവുന്നതുള്ളൂ. അപ്പൊ ആദ്യം ജെയ്സ് പറയണത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം, നമ്മുടെ എത്ര ലെവൽ ഉണ്ട്, നമുക്ക് എത്ര ലെവൽ ഉണ്ടെന്ന് അനലൈസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാനെന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും ഹൈറാം ആണെങ്കിലും ഒക്കെ ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്നവരാണ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ചിലർക്ക് അങ്ങനെ ആണെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അങ്ങനെ സ്കിൽ ഡിഫറൻസ് ഉണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എത്രത്തോളം കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ കോച്ചിങ്ങിന് പോകണോ വേണ്ടോ എന്നുള്ളത് അത് നിങ്ങളുടെ ഇതുപോലെ ആക്കുക. അല്ലാണ്ട് ഇപ്പോൾ കോച്ചിങ്ങിന് പോയാൽ മാത്രമേ IELTS പാസ്സാവുന്നുള്ള യാതൊരു നിബന്ധനവും ഇല്ല. അപ്പൊ ഞാൻ 2 ആഴ്ച പോയി, ഹർറാം പോയിട്ടേ ഇല്ല. ഞങ്ങൾ 2 പേരും IELTS നല്ല സ്കോർ മേടിച്ചവരാണ്. അപ്പോൾ അത് നിങ്ങളുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ആ ഒരു ബോധം വേണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം IELTS. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ കോച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യും, എത്ര സമയം വേണം? അപ്പോൾ ആൾക്കാർ ഈ IELTS ഡേറ്റ്സ് ബുക്ക് ചെയ്യുക പറഞ്ഞിട്ട് കുറേ ചിലവർ 4 മാസം എടുക്കും, 5 മാസം എടുക്കും. ശരിക്കും നമ്മൾ ഡെയിലി കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഒരു 3-4 മണിക്കൂർ ഡെയിലി എഫേർട്ട് ഇടുകയാണെന്ന് വെച്ചാൽ, എത്ര ദിവസം ആണ് ഒരു നല്ല ഒരു റേഞ്ച് ടെസ്റ്റ് ബുക്ക് ചെയ്ത് ആ ഒരു സമയം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈം? ആദ്യം തന്നെ അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ആദ്യം ബേസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവേണ്ട എന്ന പോലെ ഇരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു എന്താ പറയുക 2-3 ദിവസം ഒന്ന് ജസ്റ്റ് എക്സാമായിട്ട് ഫെമിലറൈസ് പോയിരുന്ന് ചെയ്താൽ അവന് സുഖമായിട്ട് 7.5 മുകളിൽ ബാൻഡ് കിട്ടും. അത് കുഴപ്പമില്ല. അവരങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുക. അവർ നമ്മുടെ ഇനീറ്റ് നോളേജേ എല്ലാവരും നോക്കുക. അവർ നോക്കുന്നതെന്ന് പറയുന്നത് എന്ന് നമുക്ക് എത്രത്തോളം ഒരു കോൺവെർസേഷൻ പിടിച്ചു നിൽക്കാൻ പറ്റും, അതുപോലെ ഇംഗ്ലീഷ് കണ്ടാൽ നമുക്ക് എത്രത്തോളം മനസ്സിലാകും, അത്രമാത്രമേ അവർ IELTS നോക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റിന് മോക്ക് എക്സാം എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് സെക്ഷനാണ് വീക്ക് എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ലിസ്ണിങ്ങിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഈ ഹെവി ആക്സെന്റുകളൊക്കെ കയറി വരും. ഓസ്ട്രേലിയൻ ആക്സെന്റ് അല്ലെങ്കിൽ ഹെവി ബ്രിട്ടീഷ് ആക്സെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേട്ട് തിരിവ് തരത്തിന് നിർബന്ധമില്ല. അപ്പോൾ ആ ഏരിയ തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഏത് സെക്ഷനാണ്. സോ ഏതൊക്കെ സെക്ഷനാണ്? ബേസിക്കലി റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. ഈ സാധനത്തിൽ നമ്മൾ സ്പീക്കിംഗ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ഷനും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഏതാണ് വീക്കർ സെക്ഷൻ എന്ന് നമുക്ക് നോക്കുക. മാർക്ക് കിട്ടിയ ഏകദേശം മനസ്സിലാവുമല്ലോ. 2-3 ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് വീക്ക് ആയിരിക്കും, അപ്പോൾ ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്പീക്കിങ്ങിനെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ രീതിയിൽ എന്താ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ട്രെയിനിങ് കോച്ചിങ് ഒക്കെ പോകുന്നത് സ്പീക്കിങ്ങിന് വേണ്ടിയാണ്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ ഈ എങ്ങനെയാണ് IELTS ട്രെയിനേഴ്സ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അതുപോലെ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിനൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിനു വേണ്ടി മാത്രമാണ് എന്താ പറയുക ഇപ്പോൾ ട്രെയിനിങ് ഞാൻ പോയതിന്റെ 2ാമത്തെ ഉദ്ദേശം, 2 ആഴ്ച പോയതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് അവരെന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് കുറച്ചൊക്കെ ചിന്തിച്ചാൽ തന്നെ അതിന് കുറച്ചൊക്കെ സ്കോർ കിട്ടുള്ളൂ. പിന്നെ നമ്മള് സ്പീക്കിങ്ങിന് ചെല്ലുമ്പോൾ എന്താ പറയാ ഇന്റർവ്യൂ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റേ പാടില്ല.
കൂളായിട്ട് പോകണം. നമ്മൾ കൂളായിട്ട് പോകണം. കാരണം അവരെടുക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രഷർ ഉണ്ടാവില്ല. അവര് നമ്മളോട് വളരെ പൊലൈറ്റ് ആയിട്ടായിരിക്കും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അവരെന്തൊക്കെയാണ് നമ്മൾ ഈ ടെസ്റ്റിലൂടെ നടത്തുന്നതെന്നും കറക്റ്റായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് വ്യക്തമാക്കി തരും. എന്നിട്ടൊക്കെ ടെസ്റ്റ് തുടങ്ങും. ഇപ്പോൾ എനിക്ക് എല്ലാം കൂടെ എൻ്റെ സ്പീക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 10 to 15 minutes ആയിരുന്നു ഉണ്ടായിരുന്നു. ആ 10 to 15 minutes ഞാൻ ആക്ച്വലി സ്പീക്ക് ചെയ്തെന്ന് പറയുന്നത് ലെസ് ദാൻ 7 minutes 5 minutes ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ മനസ്സിലായി എത്രത്തോളം നമ്മൾ അങ്ങോട്ട് പറയണം എന്നുള്ളത് മനസ്സിലായി. 2 minutes സ്പീക്കിങ്ങിന്റെ കേസിൽ മാത്രം നമ്മൾ ടോപ്പിക്കുകളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് തപ്പി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാണ്ടുള്ളത് ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ പറ്റിയൊക്കെ നമുക്ക് തന്നെ ഒന്ന് മൈൻഡിലൊന്ന് ഓർഗനൈസ് ആക്കി വെക്കുക എന്നുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമേ വേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു കോച്ചിങ് അപ്പോൾ മനസ്സിലായി കോച്ചിങ് ആർക്കൊക്കെ പോകണം പറ്റില്ല എന്ന്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കോച്ചിങ് പോകാത്ത ഒരാൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ഏതൊക്കെ ഫ്രീ റിസോഴ്സ് ഉണ്ട്, ജെയ്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്? ഇപ്പോൾ IELTS നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ IELTS തന്നെ നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും. ഒരു ബുക്ക് തരും. അതിൻ്റെ അകത്ത് നമുക്ക് ലിസ്ണിങ്ങിന്റെ കാര്യങ്ങളും റീഡിങ്ങിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലൊരു 4 സാമ്പിൾ പേപ്പർ ഉണ്ടാവും. അതൊരു വളരെ നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഈ IELTS എക്സാം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് സാമ്പിൾ മെറ്റീരിയൽസിനോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനോ ഒരു പഞ്ഞും ഉണ്ടാവില്ല. ഈസിലി ആക്സസിബിൾ ആണ്. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് IELTS എക്സാം മോക്ക് പേപ്പേഴ്സും ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് ചവറ് പോലെ പേപ്പേഴ്സ് വരും. പേപ്പേഴ്സ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം റൈറ്റിംഗ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ അക്കാഡമിക്കും ഉണ്ട് ജനറൽ IELTS എക്സാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏതിനാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ്റെ അകത്ത് ടാസ്ക് 1 എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2-3 പ്രാവശ്യം ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ജനറലിൻ്റെ ആണ് ചെയ്തത്. ജനറലിൻ്റെ അകത്ത് നമുക്ക് ലെറ്റർ റൈറ്റിംഗ് കാര്യങ്ങളും ഒക്കെയാണ് വരിക. ഇത് നമ്മളൊരു ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, വേറൊന്നുമല്ല. ഓക്കെ, അതായത് ബേസിക്കലി ജനറൽ എന്ന് പറഞ്ഞാൽ വർക്ക് അന്വേഷിക്കുന്ന ആൾക്കാർക്കാണ്. ബേസിക്കലി വർക്ക് അന്വേഷിക്കുന്ന ആൾക്കാണ്. സ്റ്റുഡൻസിന് അക്കാഡമിക് ആണ് നിങ്ങൾ ആലോചിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ മെയിൻ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സ് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് ഒരു 15 ദിവസം ഒരാൾ ഗ്യാപ്പ് എടുക്കണമെന്ന് വെച്ചോളൂ പഠിക്കാനായിട്ട്. ഒരു 5-6 ടിപ്സ് ഇത് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ആദ്യത്തെ കാര്യം പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരു എക്സാമിൽ പോകുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും. കൺഫ്യൂഷൻ ആകാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ലിസണിങ്ങിന് പോവുകയാണെങ്കിൽ കോമൺ ആയിട്ട് പല സ്റ്റുഡൻസിന് ഞാൻ എക്സാം എഴുതുമ്പോൾ തന്നെ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ഫോൺ അവർ മേടിച്ച് തരുന്നതിന് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. പക്ഷെ ഇവർ പറയത്തില്ല. പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തിരുന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തരുന്ന ഹെഡ്ഫോൺ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയുക, അവർ മാറ്റിത്തരും. അവർ 1 അല്ല 2 അല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റിത്തരും. നമ്മൾ അവിടെ ചെല്ലുന്ന കാര്യം കൃത്യമായി സാധിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക എക്സാമിനേഷൻ പ്രഷർ എന്ന് പറയുന്ന കാര്യത്തിന്റെ ആവശ്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ്ഫോൺ ക്ലിയർ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അവർ സംസാരിക്കുന്ന രീതി ശരിയില്ലാണ്ട് നമുക്ക് ടെൻഷൻ ആകുമോ, അതൊക്കെ കോമൺ ആയിട്ട് ആ സമയമാകുമ്പോൾ പല സ്റ്റുഡൻസിനും വരുന്ന കൺസേൺസ് ആണ്. അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കളക്റ്റഡ് ആയിരിക്കുക, തോട്ട്സ് എല്ലാം കളക്റ്റഡ് ആയിരിക്കുക, സ്റ്റാർട്ടർ ആകരുത്. അത്രേ ഉള്ളൂ ഒന്നാമത്തെ വലിയൊരു കാര്യം. പിന്നെ 15 ദിവസം പ്രിപ്പറേഷൻ്റെ കാര്യം ഇപ്പോൾ ഹെറാം പറഞ്ഞതുപോലെ ആ 15 ദിവസത്തിൻ്റെ അകത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മോക്ക് എക്സാമുകൾ വെച്ചിട്ട് ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം വെച്ച് എഴുതുക അല്ലേ, അതാണ് കാര്യമാണ്. അത് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. അതായത് നമ്മുടെ മോക്ക് എക്സാമുകൾ ഒരു ബേസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ സെക്ഷൻസ് ആണ് വീക്ക്, അതിൽ ശ്രദ്ധ കൊടുക്കുക എന്ന് വെച്ചാൽ മറ്റേത് അവോയ്ഡ് ചെയ്യാന്നല്ല, പക്ഷെ ആ എന്താ പറയുക ഒരു നല്ല സ്കോർ എക്സ്ട്രാ കെയർ അതിൽ കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം ഇപ്പം ലിസണിങ്ങിൻ്റെ അകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെൻറ്റുകളായിരിക്കും. ചിലപ്പോൾ മിക്സഡ് ആക്സെൻ്റ് ആയിരിക്കും. കാരണം ലിസണിങ്ങിൽ വരുന്ന എല്ലാം നാച്ചുറൽ കോൺവെർസേഷൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുറേ പേര് ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കുക, ചിലപ്പോൾ വളരെ സ്ലോയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറയുക, എനിക്കൊക്കെ കിട്ടിയതിൻ്റെ അത് മിക്സഡ് ആക്സെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അമേരിക്കൻ ആക്സെൻറ്റും കനേഡിയൻ ആക്സെൻറ്റും വരും. അപ്പോൾ രണ്ടും തമ്മിൽ കനേഡിയൻ ആക്സെൻ്റ് അത് കുറച്ച് ഫ്രഞ്ചൊക്കെ കയറി വരും. അപ്പോൾ അത് മിക്സഡ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അത് നമ്മൾ ലിസണിങ് കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരും. മെയിൻ ആയിട്ട് സ്കോറിംഗ് എന്ന് പറയുന്ന ലിസണിങ് ആണല്ലേ പൊതുവെ ഏറ്റവും എളുപ്പം മിക്കവാറും സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ലിസണിങ്ങും
അതുപോലെ തന്നെ റീഡിംഗ് ആണ് ഏറ്റവും സിമ്പിൾ IELTS. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടാവും, 3 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ആ സെക്ഷൻസ് എത്ര സ്പീഡിൽ പോകണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് റീഡ് ചെയ്യാം. ലിസണിങ്ങിൽ അങ്ങനെ നമുക്കത് റീഡ് ചെയ്യാനുള്ള അവസരമില്ല. അതുപോലെ തന്നെ നമ്മുടെ പേസിന് നീങ്ങാം. അപ്പോൾ റീഡിങ് എന്ന് പറയുന്ന ഒരുവിധം സ്ലോയിൽ ഒരു മൾട്ടി ടാസ്കിങ് റീഡിങ്ങിൽ നമ്മൾ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ 9.0 ബാൻഡ് സുഖമായിട്ട് കിട്ടും. ഓക്കെ, മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എന്താ പറയുക അനലൈസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വേണം. ഇത് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ സാധാരണ നമ്മൾ ഒരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വരുമ്പോൾ അത് നാച്ചുറലായിട്ട് വരുന്ന കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോപ്പിക്ക് സ്പീക്കിങ്ങിൻ്റെ ഇതിൻ്റെ അത് ഇപ്പോൾ 2 മിനിറ്റ് ടോപ്പിക്ക് വരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഇപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഇതിൽ കണ്ടിട്ടുള്ളതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം തികയിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേ നേരം സംസാരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഓവർ ടൈം ആയാലും കുഴപ്പമില്ല, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് സ്കോർ പോയില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ 1 മിനിറ്റ് 45 സെക്കൻഡ്സ് ഒക്കെ ആയാലും കുഴപ്പമില്ല, അവരത് ഓക്കെ എന്താ പറയുക ആ ടോപ്പിക്ക് നന്നായി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യത്തില്ല. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂ ചെയ്യാൻ പറയും, അവിടെ നിങ്ങൾക്ക് സ്കോർ പോകും. എന്ത് പറയുന്നു എന്നുള്ളൊരു കാര്യമില്ല, ആ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള പൊട്ടത്തരാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് പറയാം. ഓക്കെ, അവരതിന് പുറകെ നിന്ന് എൻകറേജ് ചെയ്യും, അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് യാതൊരു ടെൻഷനും ഉണ്ടാകത്തില്ല. പിന്നെ വേറൊരു ഫൈനൽ കാര്യം പറയുന്നത് റൈറ്റിങ്ങിന്റെ അകത്ത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കീയാണ്. അവർ ചോദിക്കുന്ന 150 വേർഡ്സും 250 വേർഡ്സും മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ സമയമുണ്ട്. എന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാസ്ക് 2 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് 2-നാണ് വെയിറ്റേജ് കൂടുതൽ. ടാസ്ക് 1 എന്ന് പറയുന്നത് മിക്കവാറും അനാലിസിസ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഇൻഫോർമേഷൻ എടുക്കാനുള്ള ഒരു സമയം വേണം. ഇൻഫോർമേഷൻ വായിച്ച് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഇൻഫോർമേഷനാണ് പറയേണ്ടതുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് എന്ന് പറയുന്നത് ജനറൽ എസ്സേ പോലെയാണ്. അതിനകത്ത് അവർ എന്താണ് ചോദിക്കുന്നതെന്ന് കൃത്യമായി എഴുതണം. ആ ടോപ്പിക്ക് വേഗം വായിച്ചിട്ട് അതിലൂടെ എസ്സേ എഴുതരുത്, മാർക്ക് പോകും. പിന്നെ എക്സാമിനേഷന് എസ്സേ സ്ട്രക്ചറൊക്കെ നിർബന്ധമാണ്. അതായത് ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇൻട്രൊഡക്ഷൻ്റെ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ പാരാഫ്രൈസ് ചെയ്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും എളുപ്പം ഇൻട്രൊഡക്ഷൻ ചെയ്യാനുള്ളത്. IELTS സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ ഈ 250 വേർഡ്സ് ഒക്കെ വരുമ്പോൾ 2 മെയിൻ ബോഡി ആക്കിയിട്ട് സ്പ്ലിറ്റ് ആക്കാൻ നോക്കുക. അത് വായിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഒരു വലിയൊരു പാരഗ്രാഫ് വരുന്നതിന് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഐഡിയാസ് 2 പാരഗ്രാഫിലാക്കി മെയിൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഫൈനലായിട്ട് വരുന്നതെന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ്റെ അത് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു സമ്മപ്പ് പോലെ അതും കൊടുത്താൽ മതി. വേർഡ് കൗണ്ട് എന്നും നോക്കണം. കൂടാൻ പാടില്ല, കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. 250 വേർഡ്സ് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് 250 വേർഡ്സ് എന്ന് പറയുമ്പോൾ ജനറൽ റൂൾ ഓഫ് തമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ±10%. പക്ഷേ ഈ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം പരമാവധി 250 വെച്ചാൽ 250 താഴെ പോകാതിരിക്കാൻ നോക്കാം. ഒരു 20 ±10 എന്ന് പറയുമ്പോൾ 25 വേർഡ്സ് അധികം വരുന്നതിനും കുഴപ്പമില്ല. അതിനിരുന്ന എണ്ണ പോകരുത്, അതും ടൈം വേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ലൈനിൽ എത്ര വേർഡ്സ് ഏകദേശം എഴുതും നോക്കി മേടിച്ചാൽ ലാസ്റ്റ് ലൈൻ എണ്ണി നോക്കാം. നമ്മൾ എഴുതി നമുക്ക് നോക്കും, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ വലുപ്പമൊക്കെ അറിയുമ്പോൾ നമുക്കറിയാമോ ഇത്രയും കഴിഞ്ഞാൽ 250 വേർഡ്സ് വരുമെന്ന്. അങ്ങനെ തന്നെയാണ് IELTS-ന്റെ ആൾക്കാർ സ്കോർ ചെയ്യുന്നത്. അവർക്ക് പിന്നെ നോട്ടത്തിൽ നോക്കി ചെയ്ത് 250 വേർഡ്സിന്റെ വലുപ്പം ഇല്ലെന്ന് തോന്നിയാൽ മാത്രമേ അവർ എണ്ണാൻ പോകുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നോക്കുക 250 വേർഡ്സ് പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ അവരെ അതിനെ പറ്റി ബോധമില്ല. അതൊക്കെ എക്സ്ട്രാ ടൈം വേസ്റ്റ് ആണ്. പിന്നെ ടാസ്ക് 1-ന്റെ ഇതിലോട്ടേക്ക് വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം, എല്ലാ ഇൻഫോർമേഷനും എടുത്ത് എഴുതരുത്. ഇപ്പം മിക്കവാറും ഗ്രാഫുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും തരിക. അതിൻ്റെ അകത്തുള്ള എല്ലാ ഇൻഫോർമേഷനും 150 വേർഡ്സ് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറയുന്നത് ഈ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഒരു ഗ്രാഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ആവറേജ് വാല്യൂ, എന്തിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഒരു 100 വാല്യൂസ് ഉണ്ടെങ്കിൽ 100 വാല്യൂസ് ആദ്യത്തെ വാല്യൂ ഇങ്ങനെ വന്നു, രണ്ടാമത്തെ വാല്യൂ ഇങ്ങനെ, അത് റിപ്പീറ്റേറ്റീവ് ആവും, എസ്സേ സ്ട്രക്ചർ വരത്തില്ല. ടാസ്ക് 1-ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്സേ സ്ട്രക്ചർ വേണം. പക്ഷേ മെയിൻ ബോഡി എന്ന് പറയുന്നത് 150 വേർഡ്സ് ആയതുകൊണ്ട് ഒരൊറ്റ ഒരു പാരഗ്രാഫിൽ കറക്റ്റായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഐഡിയ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണ ഒരു എളുപ്പത്തിൽ ഒരു നല്ല സ്കോർ മേടിക്കാനായിട്ട് നമുക്ക് IELTS കിട്ടാറുള്ളത്. സോ ഗൈസ് 8 കിട്ടിയ ഒരു കുട്ടിയുടെ ടിപ്സ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അതന്നെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 7 എന്ന് പറഞ്ഞ ആക്ച്വലി നല്ലൊരു വളരെ നല്ല സ്കോറുകളാണ്. അപ്പൊ നിങ്ങളിപ്പോ എന്താ പറയാ അത് 8 എയിം ചെയ്യാം, മാക്സിമം എയിം ചെയ്യുക. 7 ഒരു നല്ല സ്കോറാണ്. അതിന്റെ ആ ഒരു 7 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ജെയ്സ് ഫോർ യുവർ ടൈം. പൊളിയാണ്. സോ വേറൊരു എപ്പിസോഡിൽ ജെയ്സിന്റെ കൂടെ നമ്മൾ കാനഡയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അഡ്മിഷനും കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ IELTS കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. So until then, this is Bicep Money signing off. Bye. ഒക്കെ തന്നെ എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെ കുറേ പേർക്ക് പിന്നെ അല്ല, അതിനാണ് മെയിനായി ഈ സാധനം എടുത്തത്. എനിക്ക് മുടി വേണം. ആടാ ആടാ ആടാ